അടൂരിൻ്റെ ജനനായകനായ നമ്മുടെ റോഷൻ സാറ് സംസാരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലോകത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ കാലത്ത് നമ്മൾ നോക്കിയ പുതിയ ആധുനിക ലോകത്ത് ഒരുപാട് വികസനങ്ങളുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് ഒട്ടനവധി വികസനം ലോകവും രാജ്യവും എല്ലാം നേരിടുന്നു. പക്ഷെ എന്നാൽ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മനുഷ്യനെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നു. ഇന്ന് നാം മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ എത്രയെല്ലാം വരുമാനമില്ലാത്ത കുടുംബങ്ങളിൽ പോലും ആളുകൾ വളരെ സന്തോഷമായി സുഖമായി ജീവിച്ചിരുന്നു, പരസ്പരം സ്നേഹിച്ചിരുന്നു. എന്നാൽ ഇന്ന് കുടുംബങ്ങളിലും സമൂഹത്തിലും വളരെ നഷ്ടപ്പെടുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സാംസ്കാരിക മേഖലയിലെ കുറയുകയാണ്. വായന നഷ്ടപ്പെട്ടു പോകുന്നു. വായന ഇല്ലാത്തതുകൊണ്ടാണ് ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ നിലയിലേക്ക് നമ്മുടെ നാട് മാറുന്നത്. നമുക്ക് ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയായിട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയും മൊബൈലും നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാ സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും നമ്മുടെ പുതിയ തലമുറ വായനാശീലം കുറയുന്നു, വായിച്ചു വളരുന്നില്ല. വായിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് സമൂഹത്തെക്കുറിച്ചുള്ള ആഴമായ ചിന്തകൾ ഉണ്ടാവത്തുള്ളൂ. ആ ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ നല്ല വായനയാണ്. സമൂഹത്തിൽ നല്ല ചിന്തകൾ നഷ്ടപ്പെടുകയാണ്. എനിക്ക് ഒരു കോമ്പറ്റീഷൻ നല്ലതാണ് സമൂഹത്തിൽ, പക്ഷേ ആരോഗ്യപരമായ കോമ്പറ്റീഷൻ ആവണം. ഇപ്പം നമ്മുടെ ചിന്ത എനിക്ക് നന്നാവണം, എനിക്ക് ഏറ്റവും വലിയ ആവണം, എനിക്ക് ഏറ്റവും കൂടുതൽ സമ്പത്തുണ്ടാകണം. അവിടെ നമ്മൾ മറ്റൊരാളെ കൈപിടിച്ച് ഉയർത്തുവാൻ ഒട്ടും ശ്രമിക്കുന്നില്ല. എനിക്ക് മുന്നിലെത്തണം. അതേ ആ ചിന്തയോടൊപ്പം, ആ ചിന്ത നല്ലതാണ്, പക്ഷേ അതോടൊപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ സഹോദരൻ, എൻ്റെ സുഹൃത്ത്, എൻ്റെ സമൂഹം കൂടി രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. എന്നെ ഇന്നലെ ഞാൻ വായിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ എന്നെ ചിന്തയിലേക്ക് കടന്നു വന്നത്, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ ചെന്ന് ഒരു 500 രൂപ കടം ചോദിക്കുകയാണ്. അപ്പോൾ ഈ 500 രൂപ എടുത്തു കൊടുത്തതിന് ശേഷം ആ അടുത്ത സുഹൃത്ത് കയറി ഇയാൾ പോയതിന് ശേഷം വാതിലടച്ച് കഴിഞ്ഞ് ചിന്തിച്ചപ്പോൾ, എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ 500 രൂപ എടുക്കാനില്ല എന്ന് ഞാൻ മനസ്സിലാക്കാതെ പോയത് എൻ്റെ തെറ്റാണ്. എന്തുകൊണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അവൻ്റെ കയ്യിൽ 500 രൂപ? ഈ ചിന്തയിൽ നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവർക്കുള്ള ആവശ്യങ്ങൾ പല വിധത്തിലാകാം. സാമ്പത്തിക എല്ലാവരെയും നമുക്ക് പൈസ വാരിക്കോഴി കൊടുത്ത് സഹായിക്കാൻ കഴിയില്ല. പക്ഷേ സമൂഹത്തിലെ ചിന്തകൾ അങ്ങനെ ആവണം. നന്മകൾ ചിന്തിക്കണം, നമുക്ക് മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താൻ കഴിയണം, സ്നേഹിക്കണം.